ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളിലേക്ക് ബ്രില്യൻ്റ് ഐഡിയാസ് വരുമെന്നുള്ളതാണ്. സക്സസ് ആണ്. നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു സക്സസ് ഈ സമയം നിങ്ങൾക്കുണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളൊരു അധികാരത്തിൻ്റെ കസേരയിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാടിന് ഒരു ഫലമുണ്ടാകുന്നു എന്നാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നതായി കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു ഡിവൈൻ പവറൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് കണക്ഷൻ കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ മാനിഫെസ്റ്റ് ആകുമെന്നുള്ളതാണ്. അതിനാൽ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക. നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെടുത്താൻ തീർച്ചയായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത്. പിന്നെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടുള്ളൊരു അവബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതുപോലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പുതിയ ഐഡിയാസ് അത് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ നിങ്ങളെക്കൊണ്ട് ഇവിടെ സാധിക്കും എന്നാണ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ അത് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ്. ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വന്നെങ്കിൽ പോലും അത് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി കാണാൻ ശ്രമിക്കുക എന്നാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരിക്കും. മറ്റുള്ളവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, അവരുടെ മനസ്സിൽ ഈ ഒരു കാര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരോടൊരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാതിരിക്കുക എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ രഹസ്യങ്ങൾ അത് മറ്റാരോടും ഈ ഒരു സമയം നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളിവിടെ ഇമോഷൻസിനെയൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കണമെന്നുള്ളതാണ്. അതായത് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ ഈ സമയം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം എല്ലാവരോടും നിങ്ങൾ നന്നായിട്ട് പെരുമാറാൻ ശ്രമിക്കുക. ഈവൻ നമ്മളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെ പോലും നമ്മൾ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്യുക.
അവരോട് ഒരു തരത്തിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം വളരെ തന്ത്രപൂർവ്വം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ് എന്ന് മനസ്സിലാക്കുക. അത് മറ്റുള്ളവർക്ക് ഈ സമയം തീർച്ചയായിട്ടും മനസ്സിലാകും. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോട് ഒന്നും പറയാൻ തോന്നൂല. അതായത് നിങ്ങൾ അത്രയും സ്ട്രോങ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ ഒരു സമയം കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ഫലം അത് നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതൊക്കെ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ ഒരുപാട് സഹായിക്കുന്ന ഒരു വ്യക്തിയാകാം. മറ്റുള്ളവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് പല വഴികളിലൂടെ നിങ്ങളിലേക്ക് തിരികെ എത്തുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ സഹായിച്ച ആ ഒരു വ്യക്തിയാകണം എന്നില്ല നിങ്ങളെ തിരിച്ച് സഹായിക്കുന്നത്. അതിനായിട്ട് ദൈവം മറ്റു ചിലരെ ഇവിടെ നിയോഗിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ പല ആൾക്കാരും വരും നിങ്ങളെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും. അതുപോലെ പൈസക്കൊക്കെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങളിവിടെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വേറെ ഏതൊക്കെയോ വഴികളിലൂടെ നിങ്ങളിലേക്ക് സഹായം എത്തുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുക. ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം കിട്ടിത്തുടങ്ങി എന്നൊക്കെ. അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ മറ്റുള്ളവരുടെ സഹായം ആവശ്യമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ആളുകളെ ദൈവം നിയോഗിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സമയം. അതുമാത്രമല്ല കേട്ടോ, ഈ സമയം നിങ്ങളുടെ മുന്നിൽ ആരെങ്കിലും ഒരു സഹായ അഭ്യർത്ഥനയുമായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ നല്ല കർമ്മങ്ങൾക്കുള്ള ഫലം നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് കൂടി നിങ്ങളതൊന്ന് പകർന്നു കൊടുക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് പല ആളുകളിൽ നിന്നും സഹായം വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള തോന്നലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയം വരുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ആഹാരമാകാം, പൈസയാകാം, വസ്ത്രമാകാം, അങ്ങനെ എന്തുമാകാം. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അറിവാകാം. അപ്പോൾ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പകർന്നു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സാമ്പത്തിക സഹായമൊക്കെ മറ്റുള്ളവരിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലാണ് നിങ്ങൾക്കൊരു സപ്പോർട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള മറുപടി അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ശരിക്കും നിങ്ങളെ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതായാലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു കാര്യമായാലും അതെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത കൊണ്ടുവരുന്ന ഒരു സമയമാണ്. അതിപ്പോൾ ജോലിയിലുള്ളൊരു പ്രൊമോഷൻ ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറി നിങ്ങൾക്ക് എല്ലാ നഷ്ടങ്ങളും ഒന്ന് നികത്തി ലാഭങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രം ഇരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ
ഈ ഒരു സമയം റിയൽ ആയിട്ട് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നതായും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് കാണുക, അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുക. തീർച്ചയായിട്ടും തടസ്സങ്ങളെ എങ്ങനെ മറികടക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതിൽ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള കുറച്ചധികം അവസരങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ കരിയർ ലൈഫും നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വളരെ പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഈ ഒരു സമയം കുറച്ച് സ്ട്രഗിൾസിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ വളരെ പ്രതീക്ഷയിൽ ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റിവിറ്റിയും സന്തോഷവും ഒക്കെ കൊണ്ടുതരുന്ന ഒരു കാര്യമാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു പ്രസന്റ് മൂമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും വളരെ ബിസി ആയിരിക്കും ഈ ഒരു സമയമെന്നുള്ളതാണ്. നിങ്ങളിൽ ചില ആളുകൾ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കുറേ ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ പാസ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ ഒരു ഫലത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിനുള്ള ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഇതിൽ ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട്. അതായത് ഉറക്കമൊക്കെ നഷ്ടപ്പെടുന്ന തരത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇന്നലെ രാത്രിയിലോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന, നിങ്ങളെ വിഷമത്തിലാക്കുന്ന ചില അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർ ഇതിൽ ഒരു ദുസ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ശരിക്കും വിഷമത്തിലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളിവിടെ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. 1-2 ദിവസത്തിന് മുന്നോ അല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നതായി ചിലപ്പോൾ നിങ്ങൾ സ്വപ്നം കണ്ടതാവാം ഇതിന് കാരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതാവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓവർ തിങ്കിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഉറക്കത്തിലേക്ക് ദുസ്വപ്നം കാണുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ തന്നെ ചിന്തകളാണ് ഈ ഉറക്കത്തിലൊക്കെ ദുസ്വപ്നമായിട്ടൊക്കെ വരുന്നത്. ഇതിൽ ഫ്യൂച്ചറിനെ പറ്റിയൊക്കെ ചിന്തിച്ച് ആശങ്കപ്പെടുന്നവരുടെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായിട്ടും നിങ്ങൾ വിട്ടുകളയാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഹീൽ ചെയ്യണം എന്നാണ്. നിങ്ങളിവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു 9 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് പെയിൻഫുള്ളായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ സ്റ്റോപ്പായി നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളും നിങ്ങളെ വിഷമിപ്പിക്കുന്ന നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളാവാം, അവരൊക്കെ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ വൈസ് കൗൺസിലറിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഇപ്പോൾ ഒരു ടാറോയോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്നും നിങ്ങളൊരു ഗൈഡൻസ് എടുക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഗൈഡൻസ് എടുക്കണമെന്ന് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണമെന്നൊരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നേക്കാം. അപ്പോൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ
അറിയാനുള്ളൊരു ആകാംക്ഷ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ആകാംക്ഷ, അതൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ ചില ആളുകൾ ചില സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പുതിയ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ മെഡിറ്റേഷൻ ക്ലാസ്സിലോ അങ്ങനെ നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ചേഞ്ച് വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ വിചാരിച്ച ആ ഒരു കാര്യമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് അത് വരുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. വിക്ടറി വരുന്നുണ്ട്. അപ്പോൾ കുറേ കാലം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമായിട്ടിരുന്ന കുറേ കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ കർമ്മഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നു എന്ന് പറയാം. നമ്മുടെ കുറവുകളും മേന്മകളും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ എന്നൊരു തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വരുമെന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ടുവന്ന പല കാര്യങ്ങളും ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ കരുതി നിങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ മറ്റുള്ളവരുമായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നതുമാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയും കാണുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം ഇനിയും തുടർന്നു പോകേണ്ടതില്ല, അതിന് യാതൊരു അർത്ഥവുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ഒരുമിച്ച് നിന്ന് നിങ്ങളെ ഒറ്റയ്ക്കാക്കിയ ഒരു എനർജിയാണ്. കുറേ ആൾക്കാർ നിങ്ങളോട് മത്സരിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാനുമൊക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒറ്റപ്പെടുത്തലുകളൊക്കെ ഒരുപാടുണ്ട്, അവഗണനയുണ്ട്. ചിലപ്പോൾ കുറേ ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ തോൽപ്പിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ച്. ശരിക്കും പ്രതിജ്ഞ എടുത്ത് കുറേ ആൾക്കാർ, അതായത് നിങ്ങളുടെ കുറ്റം മാത്രം കണ്ടെത്തുന്ന ആൾക്കാർ, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു അവസ്ഥ പോലും പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് വളരെ വിശ്വസ്തരായ കുറേ ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഏഞ്ചൽസിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ ഒന്ന് തൊടാനോ നിങ്ങളുടെ അടുത്ത് വരാനോ ഒന്നും പറ്റൂല. ഒരു ഡിസ്റ്റൻസ് ഇട്ട് മാത്രമേ അവർക്ക് എന്തും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ്. നിങ്ങളെ പൂർണ്ണമായും തോൽപ്പിച്ച് കളയാൻ ഇവിടെ ആർക്കും പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിലധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആൾക്കാരെല്ലാം അത് നിങ്ങളുടെ കാർമികമായിട്ടുള്ള ആൾക്കാരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവരൊക്കെ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നിങ്ങളറിയാതെ തന്നെ നിങ്ങളിൽ നിന്ന് പോകും. അതായത് അവർക്ക് വേറെ വേറെ ഇഷ്യൂസ് വരുമ്പോൾ ഓരോരുത്തരായി നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. അപ്പോൾ ആ ഒരു ടൈം പീരീഡ് വരെ മാത്രമേ അവർ നിങ്ങളുടെ കൂടെ കാണുകയുള്ളൂ എന്നാണ്. നമ്മളെ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുത്തി ദൈവം തന്നെ അവരെ നമ്മളിൽ നിന്നും മാറ്റിക്കളയും എന്നുള്ളതാണ്. അതിനാൽ നമ്മൾ അവരെ തിരിച്ചു പറയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ അങ്ങനെയൊന്നും പോകേണ്ടതില്ല. അപ്പോൾ നമ്മൾ അവരെ ഡിവൈന് സറണ്ടർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ 10 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ആകുന്നു എന്നാണ്. നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിൽ, ചില ആൾക്കാർ ഒരു അസുഖത്തിലൊക്കെ ആയിരിക്കാം, അങ്ങനെ ഒരു അനുഭവം വന്ന് ചിലപ്പോൾ കിടപ്പിലൊക്കെ ആയിപ്പോയ ആൾക്കാരുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആരെങ്കിലും ആകാം അത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ ഈ ഒരു സമയം അതിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു അസുഖം ഭേദമാകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ വലിയ ഇഷ്യൂസൊക്കെ വന്ന്
അതായത് വലിയ ചതി വന്ന് കുറേയധികം പൈസയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ അങ്ങനെയുണ്ടെങ്കിൽ അതിൽ നിന്നും ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു കാര്യം എൻഡായി നിങ്ങളതിൽ നിന്ന് പുറത്ത് കടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തുള്ള വാതിലുകളെല്ലാം ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു വാതിൽ ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു വാതിലിന് പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിങ്ങനെ അകത്ത് മാത്രം ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു എനർജിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ പറ്റാത്തത്. അത് ഈ ഒരു സമയം നിങ്ങളൊന്ന് അവിടെ നിന്നും പുറത്തിറങ്ങുക എന്നാണ്. നിങ്ങൾ ബുദ്ധിപൂർവം പല ചലഞ്ചസും ഏറ്റെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് എനിക്കിതിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തി ഇല്ലാതെ ഒരിക്കലും പറ്റൂല അങ്ങനെയൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും റിസ്ക് എടുത്ത് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ചില ആൾക്കാർ നിങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ഒരുപാട് സ്ട്രഗിളുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അവിടെ തന്നെ നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയം ചിലപ്പോൾ ചില ആൾക്കാർ എന്തു വന്നാലും വേണ്ടുവേല, എനിക്കിനി ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്നും പുറത്തിറങ്ങുന്ന ഒരു എനർജി ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ചോയ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ഈ ഒരു കാര്യം ചെയ്യുക എന്നും നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേവർ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും എൻഡായി പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഇവിടെ 10 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. ഈ സമയം നിങ്ങൾക്ക് കുറേയധികം പണികൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാവാം, അല്ലെങ്കിൽ കുറേയധികം ജോലികൾ നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറം ജോലികൾ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങളുടെ മുന്നിലുണ്ടാവാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കും, അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജി ഉണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ കുറേയധികം വർക്കുകൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കുറേയധികം ജോലികൾ നിങ്ങൾക്ക് മുന്നിൽ ചെയ്തു തീർക്കാനുണ്ട്. ചില ആൾക്കാർക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്തു തീർക്കേണ്ടതായ കുറേ ജോലികൾ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ എൻഡ് ചെയ്യാനാണ് പറയുന്നത്. ശരിക്കും നിങ്ങൾ ഈ ഒരു സ്ട്രെസ്സിലിരുന്നാൽ നിങ്ങൾക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ഉറങ്ങാനൊക്കെ ശ്രമിക്കുക. നിങ്ങൾക്ക് പറ്റുന്നത്ര ജോലികൾ നിങ്ങൾ ഈ ഒരു സമയം ചെയ്തു തീർത്താൽ മതി എന്നുള്ളതാണ്. നിങ്ങൾ എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്തു തീർക്കാൻ ശ്രമിക്കരുത് എന്നൊരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നൊക്കെ വിചാരിച്ച് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ 10 ഓഫ് വാൻസും 10 ഓഫ് സോഡ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറേയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം അത് എൻഡ് ആകുന്നു എന്നുള്ളതാണ് ഈ ഒരു 10 ഓഫ് വാൻസും 10 ഓഫ് സോഡ്സും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിൾ പീരീഡിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങാനുള്ള സമയമാണ് ഇത്. ഇപ്പോൾ പുറത്തിറങ്ങാനുള്ള ആ ഒരു വാതിലും നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം പ്രശ്നങ്ങളുള്ള ആൾക്കാർ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിലോ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ തീർച്ചയായിട്ടും ശ്രമിക്കുക എന്നാണ്. പിന്നെ ഇവിടെ 3 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. ഇതിലൊരു ട്രാവലിൻ്റെ എനർജി കാണുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ചെറുതോ വലുതോ ആയ യാത്രകളൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ചില ആൾക്കാർ ചിലപ്പോൾ വേറൊരു രാജ്യത്തേക്കായിരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അമ്പലത്തിലേക്കോ അതുപോലെ അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ അങ്ങനെ ഒരു യാത്ര ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ചില ആൾക്കാർ ഇതിൽ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് യാത്ര ചെയ്യുന്നതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വിഷൻ ഇവിടെ ക്ലിയർ ആകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിൽ വന്നെത്തുന്ന ഒരു എനർജി കാണുന്നുണ്ട്.
മാത്രമല്ല ഇതിൽ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ഈ സമയം പ്ലാൻ ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. കുറച്ച് ആളുകൾ ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കൊരു ട്രാവൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.